ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 100%. ഫൈനലായിട്ട് നമുക്ക് 85 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക് ഡീസൽ വണ്ടിയാണ് നമ്മൾ 85 രൂപ ചോദിക്കണല്ലേ? ഫൈനലായിട്ട് 1,20,000 രൂപക്ക്. 2030 പേപ്പർ റേറ്റ് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്ത പ്രശ്നമില്ല. ചെറിയൊരു വിലയാണ് ചോദിക്കുന്നത്, അതിൽ ചെറിയ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. കംപ്ലൈന്റ് അങ്ങനെയുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തുറന്നു പറയും. തുറന്നു പറയും. ഫ്രണ്ട് ബോണ്ടർ റീപ്ലേസ്മെന്റ്, കമ്പനി ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ടുള്ള ബോണ്ടർ റീപ്ലേസ്മെന്റ്, വേറെ പാനലോ ഹെഡ്ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്ലാസ് ഒന്നും മാറിയില്ല. ഇത് ബോണറ്റ് മാത്രം മാറി, അത് കമ്പനിയിൽ നിന്ന് മാറി ഹിസ്റ്ററിയിലുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കച്ചവടമാണെന്ന് ആദ്യം പറയുന്ന കാര്യം ഇതാണ്. ഇതിനിങ്ങനെ വില കുറച്ച് കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് കംപ്ലൈന്റ് ആക്സിഡന്റ് ഒരു ഗ്ലാസ് ബോണറ്റോ കാര്യങ്ങളോ അല്ല, ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുക. അത് അന്നുമില്ല. കണ്ടീഷൻ വാനാണ്, ക്വാളിറ്റി വാനാണ്, നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പൊ ഈ ഒരു GST തരംഗത്തിൽ യൂസ്ഡ് കാറുകൾക്കും വില നല്ലോണം നമ്മൾ കുറച്ചിട്ടുണ്ട്. മാക്സിമം കുറച്ച് കൊടുക്കുന്നില്ലേ? 100% കുറച്ച് കൊടുക്കും. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് ബഡ്ജറ്റ് എത്ര വരുന്ന വാഹനങ്ങളുടെ റേഞ്ച് 50,000 മുതൽ 15 ലക്ഷം വരെ. 15 ലക്ഷം വരെ എല്ലാത്തരം കസ്റ്റമേഴ്സിനും ധൈര്യപൂർവ്വം വരാൻ പറ്റുന്ന ഷോറൂം അല്ലേ? 2015-16 ശേഷം എല്ലാ വണ്ടികൾക്കും ഇവിടുന്ന് 6 മാസത്തെ വാറണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ട്രൂ വാല്യൂയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വാറണ്ടി സ്കീം ആയിരിക്കും. വാറണ്ടി സ്കീം ഉണ്ട്. അതാണ് നിങ്ങൾ ഇപ്പൊ 2008, 2009, 2010 വണ്ടികൾക്ക് പോകും 7 ദിവസം ചെക്കിൻ വാറണ്ടി ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. 7 ദിവസം ചെക്കിൻ വാറണ്ടി എല്ലാം ഉണ്ട്. സത്യസന്ധമായിട്ടുള്ള കച്ചവടം, അതിന്റെ ലാഭം മാത്രം നമുക്ക് മതി. അതെ, പിടിച്ചു നിൽക്കണം. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ മാസം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ലൊക്കേഷൻ, അത് ഈ ഒരു നമ്മുടെ 2 ഷോറൂം വരുന്നുണ്ട്. ഈ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ വിട്ടോബ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നേരെ ഓപ്പോസിറ്റ് സെൻട്രൽ ബസാർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയൂലേ പയ്യന്നൂർ ഭാഗത്ത്. അപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ വിളിച്ചാൽ മതി. ആ വാട്സപ്പ് ഇല്ലേ? വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള എപ്പോഴും നമുക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഇവർ തരും. ഇതിന്റെ മോഡൽ എത്ര തന്നെ? ഇത് 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 83,000 കിലോമീറ്റർ ആൾട്ടോ LX. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 1,30,000 രൂപ. ഇതിലെല്ലാം പണി വർക്കും കാര്യങ്ങളും ചെയ്യിപ്പിച്ച വണ്ടിയാണ്. 4 പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. ഇത് ഹ്യുണ്ടായിയുടെ ഇയോൺ അല്ലേ? ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2017 സിംഗിൾ ഓണർഷിപ്പ് 38,000 കിലോമീറ്ററുടെ വണ്ടിയാണ്. ഇറാ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഇറാ പ്ലസ് റേറ്റ് വരുന്നത് 2,55,000 രൂപ. നെഗോഷ്യബിൾ ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കച്ചവടം ആകുമ്പോൾ എനിക്ക് വണ്ടികൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കസ്റ്റമറൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോ ബജറ്റിലെ ഒരു വാഹനം, കണ്ടീഷൻ വാഹനമാണ്. 2008 മോഡൽ 28 രൂപ പേപ്പറിലെ 3rd ഓണർഷിപ്പ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നമുക്ക് 55 രൂപ കൊടുക്കുക. അടുത്തായിട്ട് 7 സീറ്റർ വാഹനങ്ങൾ, അത് മാരുതി എർട്ടിഗ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഡീസലാണ്. ഡീസലാണ്. സിംഗിൾ ഓണറാണ്. 56,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. ഈ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയുടെ തിരിച്ചു കൊണ്ടുവന്നോ എല്ലാം അതിന്റെ നാനഷ്ടം എന്നാലും നിങ്ങൾ തരും. എല്ലാം കമ്പനിയിൽ ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം വണ്ടികൾ എടുക്കാറുണ്ട്. ഇതേതാ വേരിയന്റ്? ഏതാ? ഇത് VD ആണ്. മിഡ് വേരിയന്റ്, ഡീസലിൽ മിഡ് വേരിയന്റ്. 56,000 കിലോമീറ്റർ ആണ്. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് റേറ്റ് പൊട്ടിച്ചത് 4,40,000 രൂപ ഫൈൻ ചെയ്യാൻ പറ്റും. 4,40,000 രൂപ. ചെറുവാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ 5 സീറ്റർ, 7 സീറ്റർ, അതുപോലെ തന്നെ വലിയ വണ്ടി, ചെറിയ വണ്ടി എല്ലാം ഉള്ള വലിയ ഷോറൂം. പറയുമ്പോ A1